ഇതന്നെ അറിയാമായിരുന്നോ ഈ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുമ്പോ ഇത്ര വലിയ ഹിറ്റ് ആവുമെന്ന്? നമ്മൾ ഒരുമിച്ചല്ലേ വളർന്നത്. എന്റെ വളർച്ചയിലൊരു വലിയൊരു ആണിക്കല്ല ആദ്യം ഞാൻ പറിച്ച് ആണി കേറിട്ട് കാല് വഴി കേറിട്ട് ചീഞ്ഞ ചളി വരെ കൈയടിക്കുന്ന നിങ്ങള്. അതുകൊണ്ട് എന്ത് 5 പൈസ പോലും തന്നിട്ടില്ല. കാര്യം കൊടുക്കാൻ വെച്ചേം എക്സ്ട്രാ പൈസ ഇട്ടിട്ട് പിന്നെ ഞങ്ങള് ലൊക്കേഷന്റെ ഫീസ് അടച്ച്. ഏതാണ് ലൊക്കേഷൻ? ചെറായിൽ അവര് പറയുന്നത് അറിയാമോ, വീണ വന്നു പോയ സ്ഥലം കേറുന്ന ആ ഗോപുരത്തെ വെച്ചിട്ടുണ്ട് വീണയുടെ. ആ ഫോട്ടോ അല്ലേ, പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, അധികം സംസാരിക്കുന്നില്ല, ചിരി മാത്രമേ ഉള്ളൂ. സ്വന്തം ചാനൽ അതേ ഉള്ളൂ. ബാക്കിയൊക്കെ നാട്ടുകാർ വന്ന് പറയും. ഒരു മല്ലയുദ്ധത്തിന് വരെ ഞങ്ങൾ തയ്യാറായിട്ടാ വന്നത്. ഇവനെ പാറ ആരോഗ്യത്തിലുള്ള കാര്യം ബുദ്ധികളാണ്. വീണെ നോക്കിക്കേ, ഫുൾ ഇന്റലിജൻസ് കണ്ണാടിയിലാ. ഇത് മറ്റേ കണ്ണാടിയാ, മെറ്റയുടെ ഇതിൽ ഇങ്ങനെ വരുമ്പോ അപ്പൊ തന്നെ മാറ്റാതെ വെച്ചേക്കുന്നത്. ശംഭുവിന്റെ ലുക്കൊക്കെ അങ്ങ് മാറി, കൈയൊക്കെ നല്ല ഗടാഗടിയൻ. അത് കാണിക്കാൻ വേണ്ടിട്ട് അവൻ 3 വർഷം മുമ്പുള്ള ടീഷർട്ട് ഇട്ട് വന്നേക്കാം. പണ്ട് രാവിലെ 11 മണിക്കാണല്ലോ ഷൂട്ട്, രാവിലെ 8:30 കയറിയതാ. പെരിപ്പിച്ച് നിക്കുന്നുണ്ടോ, സൈഡിൽ കൊച്ചു നിക്കുന്നത്. മോക്കരി വന്നു. 10-40 കോടി ഉണ്ട് എന്റെ സുഹൃത്ത് വീണയ്ക്ക്. അതിലും കൂടുതൽ ആവുകയാണെങ്കിൽ കുറച്ച് സമയം കൊടുക്കണം, 2 വീഡിയോ കൂടെ ഇറങ്ങാൻ സെറ്റ് ചെയ്തേക്കാം. എന്താണെന്ന് അറിയില്ല. അതിനുശേഷം ഇവര് കണ്ണു വെച്ചതിന് ശേഷം ചാനലങ്ങ് നിൽക്കുന്ന ടർഫ് ഈ സ്ഥലമല്ലേ, ഇത് വീണ വിറ്റതാ ഒരു വർഷം മുന്നേ. വെറുതെ അല്ല, നിങ്ങൾ ബുക്ക് ചെയ്തപ്പോ കിട്ടിയില്ല. ചൂടെന്നൊക്കെ പറഞ്ഞ 500 കിട്ടും. ഉത്തരം പറഞ്ഞ ആവശ്യമില്ല, നീ ചൂട് പറഞ്ഞിട്ട് അത് ഉത്തരം പറഞ്ഞവന്റെ പങ്ക് കിട്ടിയ ഉത്തരത്തിൽ കയറി 500 എടുക്കാം. ഹലോ, യെസ്. അപ്പോൾ വെൽക്കം ടു നമ്മുടെ എന്നാ താൻ ബസറടി, റൈറ്റ്? ജിഞ്ചർ മീഡിയ പ്രസൻസ് എന്നാ താൻ ബസറടി. അപ്പൊ ഇന്ന് നമ്മൾ ബസറടിക്കുന്ന ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? എല്ലാവർക്കും സുഖമല്ലേ? ആ കേസേ ഹോ ടീമാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പം ആരൊക്കെയാണുള്ളത് ഞാൻ തർജ്ജിമ ചെയ്തതാണ്. അപ്പൊ ആദ്യം നമ്മളോടൊപ്പം ഉള്ളത് ധ്യാൻ ചേട്ടൻ, വീണ ചേച്ചി. ഇൻട്രൊഡ്യൂസ്, പറയൂ, നിങ്ങളുടെ ടീം ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. മിസ്റ്റർ ജീവ, മിസ്റ്റർ ദർശൻ. ഞങ്ങൾ ഇൻട്രൊഡ്യൂസിന്റെ കാര്യം പോലെ അറിയാവുന്നവര് പറഞ്ഞു വേണം അവര് ആളറിയാം. നിങ്ങളോട് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞത്. ഹലോ, ഒരു മല്ലയുദ്ധത്തിന് വരെ ഞങ്ങൾ തയ്യാറായിട്ടാ വന്നത്. ഇവനെ പാറ ആരോഗ്യത്തിലുള്ള കാര്യം ബുദ്ധികളാണ്. അപ്പോഴും അങ്ങനെയാണ് അവര് ജയിക്കും. ഞങ്ങൾ അധികം ഇന്റലിജന്റ് അല്ല, അവരുടെ ടീം സ്ട്രോങ്. അങ്ങനെയാണെങ്കിൽ വീണെ നോക്കിക്കേ, ഫുൾ ഇന്റലിജൻസ് കണ്ണാടിയിലാ. ഇത് മറ്റേ കണ്ണാടിയാ, മെറ്റയുടെ ഇതിൽ ഇങ്ങനെ വരുമ്പോ അപ്പൊ തന്നെ മാറ്റാതെ വെച്ചേക്കുന്നത്. അപ്പൊ ഫെബ്രുവരി 28-നാണ് ഫിലിം റിലീസ് ചെയ്യാൻ പോകുന്നത്. ആപ് കൈസേ ഹോ, സുഖമാണോ അല്ലേ? താങ്കൾ എന്ത് പറയുന്നു അതല്ലേ? സുഖമാണോ, എങ്ങനെയുണ്ട്, ഹൗ ആർ യു അല്ലേ? ഇല്ല, അത് സെലിബ്രേറ്റ് ചെയ്യണം. ഇവള് വല്ലപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയുള്ളൂ. വളരെ കറക്റ്റ്. ഇന്നത്തെ കഴിഞ്ഞല്ലോ കോട്ട, സന്തോഷം കിട്ടിയില്ല. നിനക്ക് ഹിന്ദി മാത്രമല്ല, നിനക്ക് സ്പോർട്സിനെ എസ്പെഷ്യലി ഫുട്ബോൾ. എന്നെ ആരോ വിളിക്കുന്നു തോന്നുന്നു, പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരട്ടെ. സ്പോർട്സിലും പ്രാവീണ്യമുണ്ട്. തുരിച്ചു നിൽക്കുന്ന പോലെ കുറച്ച് ഒച്ചത്തിൽ പറഞ്ഞു. അപ്പൊ കുറച്ച് വേണം എടുത്ത് നിൽക്കാം. അവിടെ എങ്ങനെയുണ്ട്? ഇവിടെ ഓക്കെയാണോ? ഇവിടെ ഇത്തിരി ചൂടുണ്ട്, ബാക്കിയൊക്കെ ഞങ്ങൾക്ക് വീശാൻ വിശറിയുണ്ട്. നല്ലത്. എപ്പോഴാ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വെള്ളം? ഭയങ്കര ദൂരം. അപ്പൊ എന്തായാലും യെസ് പറയൂ. ആപ് കൈസേ ഹോ ഫെബ്രുവരി 28-ന് ഹിറ്റിംഗ് തിയേറ്റർ. മിസ്റ്റർ ധ്യാൻ ശ്രീനിവാസൻ, പറയൂ അബൌട്ട് ദ മൂവി.
അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ കളിയുടെ മൂഡിലായോണ്ടേ പെട്ടെന്ന് സിനിമയോട് ബസ്സടിച്ച് പറയട്ടെ. ബസ്സടിച്ച് പറഞ്ഞു. എനിക്ക് അറിയാൻ അവസരം ഉണ്ടാവോ? ആൻസർ പറയുന്നുണ്ട്. ഉറപ്പായിട്ടും എന്റെ സിനിമയിലെ പ്രധാന നടന്മാരും കണ്ണികളാണ് നിൽക്കുന്നത്. അപ്പൊ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ നമ്മുടെ ഒരു സുഹൃത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു ചെറിയൊരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു കഥ. അല്ല, ഇതിലുള്ള എല്ലാ സംഭവങ്ങളും എന്നുവെച്ചാൽ ഇതില് ഒരു സാധനം പോലും നടക്കാത്തതായിട്ടുള്ള ഒരു സംഭവമില്ല. എല്ലാം ട്രൂ സ്റ്റോറി, ടിപ്പിക്കൽ ട്രൂ സ്റ്റോറി. Based on true story. ബേസ്ഡ് പറയാൻ പറ്റില്ല, അങ്ങനെ എഴുതി ഇൻസ്പയർഡ് എല്ലാം ട്രൂ ഇവന്റ്സ് മാത്രം നടന്ന കഥ എടുത്ത സിനിമയിൽ കാണിക്കുന്നു. ഇതിലുള്ള വീണ ചെയ്ത കഥാപാത്രമായിക്കോട്ടെ, ദിവ്യൻ ചെയ്തായിക്കോട്ടെ, ജീവ ചെയ്ത ആൾക്കാർ ഇതൊക്കെ ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്ന ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളാണ്. റിയൽ ആൻഡ് റോ മാൻ. റിയൽ ആൻഡ് റോ. എന്തേ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളാണ്. അല്ല ഡാം എന്നൊക്കെ പറഞ്ഞു. അല്ല, അവർക്കത് കാണുമ്പോൾ ഒരു അവർക്കൊന്നും അറിയില്ല ഇത് സിനിമയായത്. അവർ ഇതുവരെ അറിഞ്ഞിട്ടില്ല, അറിയാൻ ഇടവരുത്തിയിട്ടില്ല. എന്റെ കഥാപാത്രം ചെയ്ത ആളെയൊക്കെ സമ്മതിക്കണം. അപ്പോ യെസ്, നമ്മുടെ പരിപാടി തുടങ്ങാം. അപ്പോ ബസ്സറടി, നിങ്ങളിപ്പോ 2 ടീമായിട്ട് നിൽക്കുകയാണ്. ഫസ്റ്റ് ടീം ധ്യാൻ ശ്രീനിവാസൻ ആൻഡ് വീണ, സെക്കൻഡ് ടീം ദിവൻ ആൻഡ് ജീവ. അപ്പൊ 2 ടീമുണ്ട്. അപ്പം നമ്മൾ ഓരോ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും, അല്ല എന്ത് ചോദ്യങ്ങളായിക്കോട്ടെ. ഒരു 8-10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടീം ജെഡി, ഞങ്ങൾ ടീം ജെഡി. ഓക്കെ, ജാക്ക് ഡാനിയൽസ് അല്ല, ജീവ. അളി അത് ജാക്ക് ഡാനിയൽസ് അല്ലെന്ന് പറയാൻ കാണിച്ച മനസ്സിനെ ഞാൻ അടിപൊളി. നിങ്ങൾ വേണം ജെഡിക്കുണ്ടാക്കിയോ? വീഡിയും ജെഡിയും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ പറയുക. ആൻസർ അറിയാവുന്നവർ അപ്പം തന്നെ ബസ് അടിക്കുക. ബസ് അടിച്ച് ഉത്തരം ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിലേത് ബോക്സ് വേണം സെലക്ട് ചെയ്യുക. അതിനകത്ത് പണമാണ്, പണം, ക്യാഷ്, തുട്ട്, മണം. എനിക്കൊരു 10% ബുദ്ധി ഉണ്ടാകുന്ന ഞാൻ പ്രവർത്തിച്ചോട്ടെ. ഓരോ ബോക്സും അമൂല്യമാണ്. 20, 50, 5. 1, 2, 3 ബോക്സിലുള്ള പൈസയുടെ ഇതാണോ 6, 7 എന്നൊക്കെ? എന്നാ മേളിരിക്കുന്ന ബോക്സ് ഒക്കെ 1. അതിനകത്ത് അല്ല 1000 ഒക്കെ ഉണ്ട് ചിലപ്പം. അതല്ല 1000 ഒക്കെ ഉണ്ട്. അപ്പൊ 1000 മാക്സിമം. 2000 ഉണ്ട്. അല്ല 1000 തന്നെ 3 ബോക്സിൽ കാണും. അപ്പൊ 3000 ആയില്ലേ? വണ്ടിക്കൂലിക്ക് പോലും ആവുന്നില്ലല്ലോ. എന്തായാലും ഏതാണ്ട് 3000 രൂപയുടെ ഒപ്പിച്ചുള്ള. എന്റെ പാർട്ട്ണറൊക്കെ മില്യൺസിൽ ഡീൽ ചെയ്യുന്ന ആളാണ്. അതെ, പറ്റിയ 10-40 കോടി ഉണ്ട് എന്റെ സുഹൃത്ത് വീണയ്ക്ക്. അതിലും കൂടുതൽ ആവുകയാണെങ്കിൽ കുറച്ച് സമയം കൊടുക്കണം. 2 വീഡിയോ കൂടെ ഇറങ്ങാനുണ്ട്. ശരി, സെറ്റ് ചെയ്തേക്കാം. എന്താണെന്ന് അറിയില്ല. അതിനുശേഷം ഇവര് കണ്ണു വെച്ചതിന് ശേഷം ചാനലങ്ങ് പൊങ്ങുന്നില്ല. നിങ്ങൾ നിൽക്കുന്ന ഈ ടർഫ്, ഈ സ്ഥലമല്ലേ, ഇത് വീണ വിറ്റതാ ഒരു വർഷം മുന്നേ. ഇത്രയൊക്കെ വെറുതെ അല്ല, നിങ്ങൾ ബുക്ക് ചെയ്തപ്പോ കിട്ടിയില്ല. വീണ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. കിട്ടില്ല. ഇവിടെ കിടന്ന് ഉരുളും. സത്യമായതുകൊണ്ടല്ലേ പേടിക്കുന്നത്? കാരണം ഈ സ്ഥലം എനിക്ക് ഇതൊക്കെ വീണ വിറ്റത്. നീ വിറ്റതല്ലേ ഈ ഏരിയയിലുള്ള ഒരു സ്ഥലം. ആ ബുട്ടീക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ബാക്കിയുടെ ചോദിക്കടാ. ഇനി എനിക്ക് കൊതിയാവുന്നു. വേറൊരു കാര്യം, ഞങ്ങളിൽ ഒരാൾ ഒരു ടീമിന്റെ കൂടെ ആയിരിക്കും. എന്നാലല്ലേ അതിനൊരു ഇത് വരത്തുള്ളൂ. കുറച്ച് മെന്റലി സപ്പോർട്ട് കൂടുതൽ. അപ്പൊ നീ ചോദിക്കുക. കാരണം അവളുടെ സപ്പോർട്ട് എനിക്ക് വീഡിയോയുടെ കൂടെ ഒരു ഐറ്റത്തിന് ഞങ്ങളുടെ കൂടെ പറഞ്ഞാൽ മതി. അതിലും താഴോട്ട് വേറെ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഈ 8 ചോദ്യങ്ങളും മുഴുവൻ അവളുടെ ആയിരിക്കും. അയ്യോ ശരിയാ. ഇവർക്ക് പണ്ട് മുതലേ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് മാത്രമേ പറ്റുള്ളൂ. അതെ, ഒരു 2022 എനിക്ക് കഴിഞ്ഞൊരു കാലം ട്രെൻഡ് തുടങ്ങി. ഈ ട്രെൻഡ് തുടങ്ങിയത് അവസാനിച്ചത് എന്നിലൂടെ അപർണ ഞങ്ങളോടല്ലേ? പിന്നല്ല. ഒരു പോയി കൈ കൊടുത്തിട്ട് വാ. അവിടെ അല്ലേ ബേസിൽ യൂണിവേഴ്സിറ്റി. ഒരു മിനിറ്റ്, കേറുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണം. ശംഭുവിന്റെ ലുക്കൊക്കെ അങ്ങ് മാറി. കൈയൊക്കെ നല്ല ഗടാഗടിയൻ. അത് കാണിക്കാൻ വേണ്ടിട്ട് അവൻ 3 വർഷം മുമ്പുള്ള ടീഷർട്ട് ഇട്ട് വന്നേക്കാം.
വന്നപ്പോഴേ ധ്യാൻ പറഞ്ഞു, അതിലൊരു സന്തോഷമുണ്ട്. ഞാൻ എല്ലാം ഓപ്പൺ ആയിട്ട് പറയാം. പണ്ട് ഇൻഷർട്ടൊക്കെ ചെയ്ത് കൈയൊക്കെ ഇവിടെ വരെ മടക്കി വെച്ചിട്ട് അളിയാന്ന് പറഞ്ഞ് വരുന്നവനാ. ഇന്ന് രാവിലെ 11 മണിക്കാണല്ലോ ഷൂട്ട്, രാവിലെ 8:30 കയറിയതാ, പെരിപ്പിച്ച് നിക്കുന്നുണ്ടോ കൈങ്ങനെ നിൽക്കില്ല, സൈഡിൽ കൊച്ചു നിൽക്കുന്നത്. മോക്കരി വന്നു എന്നെ ചുമന്ന് നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ആളാ. എല്ലാ ദിവസവും 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ആളാ. കണ്ടോ ഉണ്ടോ? എന്തോ ഒരു പാടുണ്ട്, അത് നാളെ മാഞ്ഞു പോയി വീങ്ങിയതാണ്. കിടപ്പുണ്ട്. അളിയ ബസർ താഴെ വെക്കണം, ഡിസ്ക്വാളിഫൈഡ് ഓഫ് ദി ഇന്ത്യ ആവും. ഓക്കെ ഓക്കെ, കം ഓൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം വേണമായിരുന്നല്ലേ, എന്റെ തലയ്ക്ക് തന്നെ വേണമായിരുന്നു ഇത്. അളിയ കൈ ഇങ്ങനെ വെച്ചോണം, നമുക്ക് ജയിക്കണം. അറിയെങ്കിലല്ലേ ഇങ്ങനെ. ഈ ബസർ ഞെക്കുന്നതിലല്ല കാര്യം, ഉത്തരം പറയുന്നതല്ല, അത് മനസ്സിലാക്കി. ഉത്തരം പറയാൻ പറ്റും. അയ്യോ, നമ്മളൊരു ടീമാണല്ലേ, അങ്ങനെയാണ് കേട്ടോ പറഞ്ഞ പോലെ. തുടക്കത്തിലേ തന്നെ നീ ഉപേക്ഷിക്കുവാണ്. സോറി. ഓക്കെ, റെഡി. എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ ചോദ്യം ഒരു നിലവാരം എത്രത്തോളമാണെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച നിലവാരത്തിൽ തന്നെയാണ്. അതിന്റെ സ്കെയിൽ മാത്രം പറഞ്ഞാൽ മതി. ഒരു ഡോബർമാനും ഒരു നാടൻ പട്ടിയും കൂടി കണ്ടുമുട്ടി. കുസൃതി ചോദ്യമാണ്. അപ്പോ ഡോബർമാനെ കണ്ട നാടൻ പട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പൊ ആ എക്സൈറ്റ്മെന്റില് അവൻ ഓടിച്ചെന്ന് ഡോബർമാന്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. എന്താണത്? പേരിൽ ഒരു കാര്യമില്ല, അതാണ് ക്ലൂ. പട്ടികളുടെ പേരിൽ ഒരു കാര്യമില്ല. നാടൻ പട്ടിയും കണ്ടുമുട്ടി. അപ്പം ഈ നാടൻ പട്ടി ഡോബർമാനെ കണ്ട സന്തോഷത്തില് ഡോബർമാന്റെ ചെവിയിൽ പോയി ഒരു കാര്യം പറഞ്ഞു. Oh my God, yes! അല്ല, ഈ പുള്ളിയാണ് എന്നെ കളിയാക്കിയത്. എനിക്ക് നിലവാരം ഉത്തരം പറയണമെങ്കിൽ പിന്നെ വേറെ പട്ടിയുടെ ഭാസ്കര മുതലാളിയാണോ ചോദിക്കോ? ഞാൻ അങ്ങനെ ആലോചിച്ചു. പേരായിരിക്കോ വിളിച്ചതൊക്കെ അല്ലേ? നമ്മുടെ സ്കെയിലിലേക്ക് വാ, അപ്പൊ ഇതൊക്കെ ഈസി ആയിട്ട് ഉത്തരം പറയാൻ പറ്റും. അതിന്റെ അർത്ഥം നീ അതിനും താഴെയാണ്. 2022 എന്റെ കുറച്ച് എപ്പിസോഡ് കണ്ടിട്ട് വന്നതാണ്. ഹ്യൂജ് ഫാൻ. സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഫാൻബോയ് മൊമെന്റ്സ്. സോ യു ക്യാൻ ചൂസ് യുവർ ബോക്സ്. ഞാൻ റൈറ്റോ ലെഫ്റ്റോ ഏത് വേണം നീ പറയടാ. 1000 തന്നെ എടുക്കണം കേട്ടോ. മിസ്റ്റർ ദർശൻ ഏറ്റവും കുറവ് തന്നെ പറയട്ടെ. 18 എവിടെയാ? കുഴപ്പമില്ല, 18 എത്രടാ? 2 രൂപ. യു ടീം നോക്കട്ടെ. എത്ര? Oh damn, 200 rupees. ഓ, ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ പാടത്ത് പണി വരമ്പത്ത് പോലെ 100 പിടിക്കടിയാ. ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഓക്കേ, നെക്സ്റ്റ്. ഓക്കേ, ഒരു ബൗബോവിനൊക്കെ 100 രൂപയുടെ വിലയുണ്ടോ? അല്ല, അത് പോയിന്റ് അല്ല. അത് പോയിട്ട് ചുമ്മാ വെച്ചത്. ഇത് 100 അല്ലല്ലോ, ഇത് 700 അല്ലേ? ഇത് 700 അല്ലേ? അത് ഇതിന് അത് പാരലൽ യൂണിവേഴ്സിലെ പൈസയാണ്, നമ്മൾ അത് കൂട്ടണ്ട. അത് പോയിട്ടില്ല. അത് 700 രൂപ കാണിച്ചിട്ട് 100 രൂപ തന്നേക്കുന്നത്, 200 രൂപ തന്നേക്കുന്നത്. അത് കൂട്ടി കൊടുക്കണ്ട ഇനി കൊടുക്കുമ്പോ. പൈസ മാത്രം സോറി കേട്ടോ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ബാക്കി 500 രൂപ കമ്പനിക്കാ. ഇതെന്താ 200 രൂപ നിങ്ങൾക്ക്? ബാക്കി 500 രൂപ അവർക്ക്. എനിക്കില്ല. ഓക്കേ, റെഡി. നെക്സ്റ്റ് ഇനി നമുക്ക് സെഗ്മെന്റ്. കുസൃതിയാണോ? അല്ല, ക്വസ്റ്റ്യൻ അല്ല, ഒരു സെഗ്മെന്റ്. ഓക്കേ. ഒരു സിനിമയുടെ ഡയലോഗ് പറയും. ആ ഡയലോഗ് നിങ്ങളുടെ ലൈഫിൽ ആ ഡയലോഗ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നടന്നിട്ടുള്ള ഒരു കാര്യം, വേറെ ഒരാളെ പറ്റി പറയും, എന്തും പറയാം. ഇത് കാശിട്ട് ചോദ്യമാണോ? ഇത് കാശ് ഇത് നമ്മൾ ഫണ്ണാണോ? സന്തോഷത്തിന് റെഡിയാ കാശ്? നീ എങ്ങനെയാ പറഞ്ഞു? ഇവനെയാണോ നമ്പുന്നേ? മിണ്ടിയില്ലല്ലോടാ, ഉജ്ജ്വലമായിരുന്നു പ്രകടനം. ശരി, അങ്ങനെ ചൊല്ലുവരുണ്ടോ? ഒരു ചൊല്ല് വരെ ഉണ്ട്. അതെടുത്ത് പറയുന്നു. ഓക്കെ, പറയാൻ പോവാം. കാവടി തുള്ളിപ്പോയ ആളാ ട്രാജഡി ആയിട്ടാ തിരിച്ചു വന്നേ. ഞാൻ എന്തൊക്കെ പ്രതീക്ഷയിലാണ് പോകുന്നതെന്നറിയോ? ധ്യാനാണ് കൂടെ ഉള്ളത്, എനിക്ക് ഒന്നുകൊണ്ട് പേടിക്കണ്ട, തഗ്ഗുകളുടെ രാജാവാണ്, എന്തും ഇതില് കിട്ടും എന്നൊക്കെ വിചാരിച്ച് വന്നതാ. അതിന് ഇപ്പത്തെ
200 രൂപയുടെ കേസിലാണ് നീ എന്നാ 200 വിലയിരുത്തിയ പേയ്മെന്റ് കൊടുത്തില്ലെന്ന് പറഞ്ഞ 200 രൂപയ്ക്ക് വേണ്ടിട്ട് ഒരു നായകനെയൊക്കെ അത് ഇത്രയും ക്യാമറയുടെ മുമ്പ് വെച്ച് നീ ഉപേക്ഷിക്കാൻ ഒന്നുമില്ലെങ്കിൽ ഞാൻ നിനക്ക് എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് Millions and views. എന്ത് പറഞ്ഞാലും ഈ മനുഷ്യൻ ഇത് തന്നെയാ പറയുന്നത്. ഇല്ല ദണ്ണമുണ്ട് പല ദിവസങ്ങളും ആലോചിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ എന്റെ യൂട്യൂബ് ചാനലിൽ കയറി പറഞ്ഞായിരുന്നു ഈ കാശല്ല എനിക്ക് കിട്ടിയത്. അതിൽ ഇൻസ്പയർഡ് ആയിട്ട് ധ്യാനൊരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയ എന്തുകൊണ്ടാണെന്നറിയോ, ഇവരുടെ സാമ്പത്തിക ഭദ്രത കണ്ടിട്ട് ഭദ്രത ഫിനാൻഷ്യൽ നമ്മളെ പടത്തിന്റെ ലാസ്റ്റ് ദിവസം ഷൂട്ട് അപ്പോഴാണ് വീണ വരുന്നത്. തുടങ്ങി ഉച്ചയ്ക്ക് പരിപാടി തീർക്കാം എന്നൊക്കെ. അപ്പം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ആ ഷൂട്ട് രാത്രിയായി. അതിന് കാരണക്കാരൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾക്ക് ഫണ്ടിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാൻ ഡീൽ ചെയ്യാന്ന് പറയാൻ മനസ്സ് കാണിച്ച വീണയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എന്ത് 5 പൈസ പോലും തന്നിട്ടില്ല. കാര്യം കൊടുക്കാൻ വെച്ചേം എക്സ്ട്രാ പൈസ ഇട്ടിട്ട് പിന്നെ ഞങ്ങള് ലൊക്കേഷന്റെ ഫീസ് അടച്ച് ഉച്ച വരെ ഉള്ളായിരുന്നു. ഏതാണ് ആ ലൊക്കേഷൻ? ചെറായിൽ. ആർക്കും വേണ്ടാത്തൊരു റിസോർട്ട്. ഇപ്പൊ അതിന് റെനോവേഷൻ തുടങ്ങി. പൈസ കിട്ടി റെനോവേഷൻ. ഇപ്പൊ അവര് പറയുന്നത് അറിയാമോ, അവിടെ വരുന്ന ഗസ്റ്റിനൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പറയുന്നത് വീണ വന്നു പോയ സ്ഥലം അങ്ങനെയായി. എനിക്ക് കേറുന്ന ആ ഗോപുരത്തെ വെച്ചിട്ടുണ്ട് വീണയുടെ. ഫോട്ടോ അല്ലേ, പ്ലീസ് സബ്സ്ക്രൈബ്. QR കോഡ്. വീണ ആ മുഖത്തിന്റെ പ്രശ്നമില്ലായിരുന്നെങ്കിൽ വയ്യാതായി പോയി. നീരൊക്കെ വെച്ചിരിക്കുവായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് പൊളിക്കാൻ സ്വന്തം ചാനലിൽ TRP എന്ന് മാത്രം ചെക്ക് ചെയ്യുള്ളൂ. ഇവിടെ നമ്മള് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അധികം സംസാരിക്കുന്നില്ല, ചിരി മാത്രമേ ഉള്ളൂ. സ്വന്തം ചാനലിൽ അതേ ഉള്ളൂ. ബാക്കിയൊക്കെ നാട്ടുകാർ വന്ന് പറയൂ, ചിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. എല്ലാരും ഉത്തരം ഞാൻ പറഞ്ഞു കമോൺ മിസ്റ്റർ ദിവ്യ പറ. പോയ നമ്മളെല്ലാരും പോയ ആളാ ട്രാജഡി ആയിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആരെ പറ്റി വേണം പറയാം, അല്ലെങ്കിൽ ലൈഫിൽ എന്തും പറയാം. അത് ശരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇപ്പം ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ട്രാജഡി ആവാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്തത്. വന്നത് പക്ഷെ എന്തായാലും ട്രാജഡി ആയിട്ട് പോത്തില്ലല്ലോ നമ്മൾ. ചോദ്യം സേവ് ചെയ്ത് വെച്ചോ, ഞങ്ങൾ ഇങ്ങോട്ട് കാവടി തുള്ളിയാ വന്നത്. അങ്ങോട്ടും കാവടി തുള്ളി തന്നെ പോകാൻ പറ്റട്ടെ. അതെ അതെ, കാവടി തുള്ളിയെ വന്ന് എന്നെ കണ്ടപ്പോ പറയൂ ഇവിടെ വീണ ആൻസർ ദ ക്വസ്റ്റ്യൻ. I already answered. ഓ നോ, എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല, ചുമ്മാ ചിരിച്ചോണ്ടിരുന്നു. നമ്മൾ പറഞ്ഞു കാവടിയുള്ളിൽ ചാടിപ്പാടി വന്നതാണ്. ഇതാണോ എന്റെ അല്ല, അത് ഇവിടെ വന്നപ്പോൾ അറിയണേ എന്റെ സ്റ്റാൻഡേർഡിലും ബിലോ സ്റ്റാൻഡേർഡ് ആയത് എനിക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന്. Oh my God. ഇത് ചോദിച്ച ആൾക്കാരെ തിരിച്ച് കുറ്റം പറയുന്ന പോലെ ഈ ചാനലിലേക്ക് ഈ ഇന്റർവ്യൂവിന് വ്യൂ കയറരുത്. ഈ ഒരു ഡയലോഗ് ഞാൻ അങ്ങനെ ഒരു ഇപ്പത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു ട്രാജഡി അവസ്ഥ ഇല്ല. നന്നായിരിക്കട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ. അല്ല എന്താ ഏതെങ്കിലും ഞാൻ പറയാം, ഏതെങ്കിലും സിനിമ റിലേറ്റഡ് ആവാം, ഷൂട്ടിന് പോയതാവാം, അല്ലെങ്കിൽ ഏതൊരു ആർട്ടിസ്റ്റിനെ വിളിച്ചതാവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ കാര്യങ്ങളായിരിക്കാം, ഇന്റർവ്യൂവിന് പോയതാവാം, എന്തും ആവാം. അല്ല അങ്ങനെ നോക്കുമ്പോ നമ്മള് സംവിധാനം ചെയ്യാൻ പോയതായിരിക്കും. അവിടെ പോയതാ. പക്ഷെ അത് കിടുപ്പടം അതല്ല, കാരണം അതിനിടയിൽ കാരണം 2016 അവസാനത്തോടെ തുടങ്ങാനിരുന്ന സിനിമ ഇറങ്ങിയപ്പോഴേക്കും 2019 ഓണത്തിന് ഇറങ്ങി. ഏകദേശം 2.5-3 വർഷം എടുത്തു. അപ്പൊ പോകുമ്പോ നമ്മുടെ കാവടി തുള്ളിയാണല്ലോ പോകുന്നത്. ഇപ്പൊ ഇറങ്ങും, അപ്പൊ നമ്മൾ തന്നെയാണ് പ്രൊഡ്യൂസും ചെയ്യുന്നത്. അപ്പൊ എന്റെ കാൽക്കുലേഷൻ പ്രകാരം 16 ചെയ്യുന്നു, 17 ഇറങ്ങുന്നു, കോടികൾ, എറണാകുളത്ത് വീട്, സ്ഥലം, കാശ് കുഞ്ഞു വിടുന്നു, കാറ്, വലിയ പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ പിന്നീട് അത് പടം തീരാൻ വേണ്ടിയിട്ട് സമയം എടുക്കും തോറും
ബഡ്ജറ്റ് കൂടുന്നു പരിപാടി. ഞങ്ങള് ഈ എറണാകുളം ജില്ലയിലല്ല, അമ്മ അസോസിയേഷനില് ഏകദേശം 435 ആൾക്കാരുണ്ട്. ഈ 435 ആൾക്കാരിൽ നിന്ന് ഒരു 400ഓളം പേരുടെ നിന്ന് കടം വാങ്ങിച്ചിട്ട് ആ പടം എല്ലാരും സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കണം, ധ്യാൻ ആയതുകൊണ്ടാണ് ആ സഹായം കിട്ടിയത്, അല്ലാതെ വേറെ ആർക്കെങ്കിലും ഇത് കിട്ടുമായിരുന്നു? നിനക്കായിരുന്നെങ്കിലൊന്നും ഇല്ല. അത്തരത്തിൽ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഞങ്ങൾ ചെയ്തു തീർത്ത ഒരു സിനിമയാണ്. പക്ഷെ തിരിച്ച് സംഭവം തിരിച്ചു അല്ല, അതൊക്കെ കിട്ടിയ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതിനിടയിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ 2016-നും 2019-നും ഇടയിൽ എന്റെ കല്യാണം കഴിഞ്ഞു, എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. ഈ സിനിമ അപ്പോഴും ഇറങ്ങിയിട്ടില്ല. കുട്ടി ജനിച്ച 6 മാസം കഴിഞ്ഞിട്ടാണ് പടം റിലീസായത്. ഈ 3 വർഷത്തിനിടയിൽ, ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട 3 വർഷത്തിനിടയിൽ വേറെ ഒരുപാട് ട്രാജഡികൾ നടന്നതാണ് ഞാൻ പറഞ്ഞത്. കല്യാണം അതൊരു അല്ലെങ്കിലേ കഴിയുന്ന ചെലവാ. അപ്പോഴാണ് പക്ഷേ അതൊന്നും ഒരു ബാധ്യത ആയിട്ടില്ല എന്ന് മറ്റൊരു ഇന്റർവ്യൂവിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാ ചെലവുകളും വേറെ രീതി എല്ലാ ചെലവുകളും ഭാര്യയുടെ വീട്ടുകാരെ കൊണ്ടാണ് എടുപ്പിച്ചത്. മറ്റൊരു സംഭവമില്ല, മറ്റേ കുട്ടിയെ ജനിച്ചപ്പോ ഒരു കഥയുണ്ടല്ലോ, രണ്ടിടത്തൊന്നും പൈസ വായിച്ചിട്ടുണ്ട് പുള്ളി. അല്ല, അത് ഒന്നുമില്ല. അത് അവരുടെ വീട്ടുകാർക്ക് നിർബന്ധം, ഞങ്ങളുടെ വീട്ടുകാർക്ക് നിർബന്ധം, ഇത് നമ്മൾ നോക്കിക്കോളാം ചെലവൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ച അവരെ വിഷമിപ്പിക്കുന്നു, രണ്ടുപേരും ഞാൻ കാശ് വാങ്ങിച്ചു. ഒരാളെടുത്തൊന്നും വാങ്ങിക്കുമ്പോഴാണല്ലോ മറ്റാൾക്ക് വിഷമം. 100% എക്സ്ട്രാ കയ്യിലുമായി. അങ്ങനെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ് അങ്ങനെ ഒരു അവർക്കൊരു ട്രാജഡി വരുത്തണമെന്ന് വിചാരിച്ചിട്ട്. കാരണം അവരുടെ ഒരു സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. തീർച്ചയായിട്ടും വെറുതെ വിഷമിപ്പിക്കാൻ അത് ആരും വിഷമിപ്പിക്കാത്ത മനസ്സ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് കേട്ടോ. ഇത് ബസറിനുള്ള ചോദ്യമാണോ? ഒരു 2 നില വീട്, 2 നില വീട്. ഇത് കുസൃതിയല്ല, ചിന്തിച്ച് ആൻസർ പറയണ്ട. കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ എടുത്തോ. ഞങ്ങൾക്ക് വേണ്ട. എന്നാലും ഒരു 2 നില വീട്. അപ്പൊ 1-ാം നിലയില് 3 സ്വിച്ച് ഉണ്ട്. സ്വിച്ച് ബോക്സ് 3 സ്വിച്ച്. 2-ാം നിലയിൽ ആ സ്വിച്ചിനോടനുബന്ധിച്ച് തന്നെ 3 ബൾബുണ്ട്. 3 ബൾബുണ്ട്, ആ സ്വിച്ചുകളുടെ ബൾബ്. അപ്പൊ താഴെ നിന്നും ബൾബ് കാണാൻ സാധിക്കില്ല, താഴത്തെ നിലയിൽ നിന്ന് ബൾബ് എന്തായാലും കാണാൻ സാധിക്കില്ല. അപ്പൊ ഏത് സ്വിച്ച് ഏത് ബൾബിന്റെ ആണെന്ന് കൃത്യമായിട്ട് അറിയണം. പക്ഷേ ഒറ്റ പ്രാവശ്യം മാത്രമേ മേളത്തെ നിലയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. റൈറ്റ്? മുകളിൽ പോകാൻ അനുവദിക്കുന്ന ഒറ്റ പ്രാവശ്യം പോകാൻ പറ്റുള്ളൂ. എങ്ങനെ കണ്ടുപിടിക്കും? ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ പറയട്ടെ. ഒന്നല്ല, കുറച്ചധികം തവണ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇല്ല, ഞാൻ പറഞ്ഞുതരാം. 2 നിലയുള്ള ഒരു വീട്. അത് മനസ്സിലായി. അത് ഓക്കെ. മുകളിലത്തെ നിലയിലെ 3 ബൾബ് ഉണ്ട്. അതിന്റെ സ്വിച്ചുകൾ താഴത്തെ നിലയിലാണ് ഉള്ളത്. അപ്പൊ ഇത് ഏത് സ്വിച്ച് ഏതിന്റെ ബൾബാണ്, ഏതിട്ടാലാണ് ഏത് ബൾബ് കത്തുന്നതെന്ന് അറിയത്തില്ല. അത് കണ്ടുപിടിക്കണം. ഒറ്റ പ്രാവശ്യം മുകളിലത്തെ നില പോകാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യും? ഇങ്ങനെ ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല. ഈസി അല്ലേ? പക്ഷെ ഒറ്റ വട്ടേ പോകാൻ പറ്റുള്ളൂ. 2-3 വട്ടം പോകാൻ പറ്റിയിരുന്ന നമുക്ക് ചിലപ്പോ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു വട്ടം ക്ലൂ വേണോ? കൂടെയുള്ള വേറെ 2-3 ഒരാളേ ഉള്ളൂ. ഒരു ക്ലൂ തന്നെ. ക്ലൂ സാധാരണ നമ്മള് കുറെ നേരമായിട്ട് ബൾബ് ഇട്ടിട്ടുണ്ടോന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ? പറ. നമ്മള് രാത്രി പകലൊന്നുമില്ല, ഏതെങ്കിലും ഒരു നേരം. രാത്രിയാണോ രാവിലെയാണോ? രാത്രി പോയി ഏതെങ്കിലും ഒരു ബൾബ് ഇട്ടാ പോരെ? അല്ലെങ്കിൽ ഒരേ സമയത്തിന് 3 ബൾബ് സ്വിച്ച് ഇടാൻ പറ്റും. ഉച്ചയ്ക്ക് 3 മണി. നിനക്ക് കുസൃതിന്റെ അത്ര ബുദ്ധിയുള്ളൂ. നീ വലിയ ബുദ്ധിമാ. അതല്ല, അപ്പോഴേക്കല്ലേ രാത്രിയാണോ പകലാണോ? സന്ധ്യക്ക്. അല്ല, അതിന് ബസറടിക്കുന്നത് വെറുതെ ഒരു മൂടിന് വേണ്ടി. ചോദിച്ച നിങ്ങളോട് ഞങ്ങൾ സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു. നീ ഉത്തരം അറിഞ്ഞിട്ടല്ലോ അവരോട് തിരിച്ച് ചോദ്യം ചോദിച്ചല്ലേ? ക്ലൂ തരൂ. ഒരു മിനിറ്റ്, ആരാ ക്ലൂ? ഞങ്ങൾക്കും വേണം. ഞങ്ങൾ ആരെ ക്ലൂ പറയണോ? ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല. എനിക്ക് ഞാൻ പറയട്ടെ, ഇത് ഞങ്ങൾക്കുള്ള സപ്പോർട്ടാണ്. സാധാരണ നമ്മള് ബൾബ് കത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നത് ഓഫായി കഴിഞ്ഞ ആളെ ചെല്ലുമ്പോ എങ്ങനെ ആയിരിക്കാം? ചൂട്
ബസർ കേട്ട് കറക്റ്റ് ആൻസർ പറയും. ചൂട് ചൂട് ചുമ്മാ ചൂട് 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 കാര്യമില്ല. ചൂട് എന്ത് ചൂട്? കറക്റ്റായിട്ട് പറ. ഈ ചൂടാണ് ക്ലൂ. അല്ലല്ല ചൂട് ബാക്കി ആൻസർ സയൻസ് യൂസ് ചെയ്യും ചൂട്. വെയിറ്റ് ആൻസർ ഇനി അത് പറയാം 10 സെക്കൻഡേ ഉള്ളൂ. 1 അതായത് ഒരു സ്വിച്ച് ഇട്ട് വെച്ചേക്കാം. അപ്പൊ അതിനുശേഷം ഏത് സ്വിച്ചിനാണോ ഏത് ബൾബിനാണോ ചൂടുള്ളത് അതായിരിക്കും അതിന്റെ ബൾബ്. ഓക്കെ. അപ്പൊ ബാക്കി 2 ബൾബിന്റെ സ്വിച്ച് അത് പിന്നെ കണ്ടുപിടിക്കണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഒരു ബൾബ് മതി. പകുതി ആ, നിക്ക്, നിക്ക്, പകുതി നിക്ക്. ഉത്തരവായി. 10 സെക്കൻഡ് കഴിഞ്ഞിട്ടില്ല. 10 സെക്കൻഡ് തന്നെ 3 മിനിറ്റ് ആണ്. അല്ല, അവൾ അവരുടെ answer ആൻസർ തെറ്റിപ്പോയി. അല്ല, പകുതി answer ശരിയാണ്. തെറ്റിക്കഴിഞ്ഞ് പകുതി ശരിയായില്ലേ? പകുതി ശരിയാണ്. അപ്പൊ അത് ശരിയാണ്. ബാക്കിയുണ്ടോ? ബാക്കിയുണ്ട് ബസറടി പറയടാ. ആദ്യം ഒരു സ്വിച്ച് ഇട്ട് കുറച്ചു നേരം വെച്ചേക്കും, എന്നിട്ട് വെയിറ്റ് ചെയ്യും ഒരു കുറച്ച് സമയം, എന്നിട്ട് അത് ഓഫ് ചെയ്തിട്ട് മറ്റേ ഇടും, എന്നിട്ട് അതും കുറച്ചു നേരം അല്ല എന്നിട്ട് ഓഫ് ചെയ്യും, ഓഫ് ചെയ്തിട്ട് പിന്നെ വേണ്ട. പിന്നെ പോയി ആ 2 ബൾബ് തൊട്ട് പറയാൻ പറ്റുമോ ഏത് സ്വിച്ച് ഇട്ടപ്പോഴാണ് ഏത് ബൾബ് ചൂടായെന്നുള്ളത്? അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ ഏതാ 2 ബൾബ് എന്നുള്ളത്. പക്ഷെ പകുതി ശരിയായിരുന്നു. ഈ 2 പേരും പകുതി പോയി. അപ്പൊ ഞങ്ങൾ ഒരു മിനിറ്റ് ഒന്നില്ലേ ഇനി പറ ഇനി പറ. നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ ആലോചിച്ചോട്ടോ. ഇല്ല, ഓരോ തവണ അല്ല എന്നിട്ട് ഒരെണ്ണം അല്ല വിട്ടു 2 പ്രാവശ്യം അല്ല, കഴിഞ്ഞ്, ഇപ്പൊ കഴിഞ്ഞ്. 2 ബൾബും ചൂടല്ലേ? അപ്പൊ നമുക്ക് ഏത് ബൾബിന്റെയാണ് സ്വിച്ച് എന്ന് കണ്ടുപിടിക്കാൻ അപ്പോഴും പറ്റില്ലല്ലോ. മനസ്സിലായില്ലേ? പിന്നെ എന്താണ് ഇതിന് പകുതി ശരിയായത്? ഇത് ഫുൾ തെറ്റല്ലേ? അല്ലല്ല ഒരു ബൾബിന്റെ മാത്രം ഇട്ടേ മതി, എന്നിട്ട് വേറെ ഓൺ ചെയ്തിട്ട് പോയി നോക്കണം. അപ്പൊ ഏത് ലൈറ്റ് ആണെന്ന് മനസ്സിലാവുമല്ലോ. അതെ, അപ്പം അതെ. ഒരെണ്ണത്തിന്റെ സ്വിച്ച് ചൂടുള്ളതും ഒരെണ്ണം ലൈറ്റ് ഉള്ളതും. Yes, അപ്പൊ മറ്റേത് ഒരെണ്ണം light എന്തായാലും ഇല്ലാത്തത്. കൂടി Oh my God, എന്റെ team brilliant ആണ്, God, God. guys. ഞങ്ങൾക്ക് കിട്ടും. ഒരാള് കുസൃതിയിൽ അതല്ല, ഒരു വില്ലൻ, ഒരാള് ഒരാള് കുസൃതിയിൽ എനിക്ക് വയ്യ. എന്ത് തോൽവിയുടെ മണം എങ്ങനെയുണ്ട്? ആക്ച്വലി പറഞ്ഞത് വീണയാണ് ആദ്യം. അത് ശരിയാവില്ല, ഞങ്ങൾ ഫുള്ള് കാര്യം പറഞ്ഞത് വീണ. അതെ അതെ, അത് അതെ. അതിന് വീടക്ക് ഭയങ്കര complimentary ചൂട്, അതുകൊണ്ടാണ്. അതിന് കോംപ്ലിമെന്ററി കയ്യടി. എല്ലാ സംഭവം അറിയാമോ? ദർശൻ ഉത്തരം ഇവന്റെ പറയാൻ വീട്ടിൽ സാധിച്ചത് ഇങ്ങനെയാണ് വീണതാണ്. താഴെ സ്വിച്ചും മേലെ ബൾബും അല്ലേ? നിന്റെ വീട്ടിൽ ഇങ്ങനെ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പോയി ഇട്ട് നോക്കാറുണ്ട്. ഇനി ഞാൻ പറയട്ടെ, ഇവന്റെ വീട്ടിൽ ഞാൻ പോയതാ. ചോദ്യത്തിലുള്ള വീട് 6:30 കൊല്ലത്തെ വീടാ. ഇവന്റെ വീടാ. ചെറുതായിട്ട് സ്വിച്ച് എല്ലാ ദിവസവും അവിടെ switch ഇട്ടിട്ട് നേരെ പോയി നോക്കും. ഇനിയിപ്പോ ഇതൊരു അതല്ല, ശീലമാകുന്ന ആദ്യമേ ഉത്തരം പറഞ്ഞ അത് നമുക്ക് നേരത്തെ അല്ല മനസ്സിലായി. ഈ ഉത്തരത്തിന്റെ എന്റെ അതെ, പാർട്ട്ണർ വീണ. complimentary കയ്യടി മാത്രം. ക്ലൂ തന്നെ. നോ അല്ല, ഇത് എക്സ്പ്ലനേഷൻ വേണം. അതെ, എന്തിനും ഒരു explanation വേണം. ആ ചൂടിന്റെ കേസ് പറഞ്ഞു. ചൂട് മാത്രമേ ഉള്ളൂ. ആൻസർ പറഞ്ഞതാ 4 ലക്ഷം രൂപ മാസം കിട്ടുന്നത്, എന്നിട്ട് അതിനകത്ത് കിട്ടുന്ന 200 രൂപ കാര്യം ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും പകുതി പകുതി എടുക്കാം. ഓക്കെ ഓക്കെ. പകുതി പകുതി എടുക്കാം. പക്ഷെ പെട്ടി അവര് തെരഞ്ഞെടുത്തോട്ടെ. പെട്ടി നിങ്ങൾ പറഞ്ഞോ. എനിക്ക് ഇപ്പോഴും ഇവരെന്തിനാ ഇതിനകത്ത് ഇടയ്ക്ക് വന്നുള്ള ലോജിക്ക് ഞാൻ പറഞ്ഞില്ല. അല്ല, ചൂടെന്ന് പറഞ്ഞില്ലേ? യാ, യാ. ഇതിന്റെ അടിസ്ഥാനപരമായ ആൻസർ എന്താ? ചൂട്. അതാരാ പറഞ്ഞേ? അല്ല, ഞങ്ങള്. ചൂടാണ് ക്ലൂ എന്ന് അവരാ പറഞ്ഞത്. അല്ല, വീണ ചേച്ചിയാ പറഞ്ഞത്. അത് വീണ ചേച്ചിയാ പറഞ്ഞത്. എന്നാൽ അടിസ്ഥാനപരമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു രാത്രിയാണ്. ഒരുത്തരും രാവിലെ പോയി ലൈറ്റ് ഇടുന്നില്ല. ഏത് പെട്ടി എടുക്കണ്ടേ? സഹോദര, നമ്മളൊരു ടീമാണ്. പക്ഷെ രാത്രിക്ക് ഇവിടെ പ്രസക്തിയില്ല. നിങ്ങൾക്ക് ഏത് ബോക്സ് വേണ്ടേ? ധ്യാൻ പറഞ്ഞോ, ഏതാ എടുക്കണ്ടേ? അവർ ടൈം Yeah. ഏതെങ്കിലും എടുത്തോ. 9 is good, 2 is good. I don't know. കണ്ട പൈസ വെച്ചത് ഇങ്ങനെയാണ്. അവിടെ പോകണ്ട, അവിടെ ഇവിടുന്ന് പറയണം. 9. റെഡ് കാർപ്പറ്റിൽ കയറാനുള്ളതായിട്ടില്ല. ഇവിടുന്ന് പറ എടുത്തു തരാം. My goodness. Oh my god. $1 മൊട്ടയായിരിക്കും. 500. Oof. Oh my Lot of God. cash. എണ്ണാൻ പറ്റില്ല, മാത്സ് എത്രയാടാ? തോന്നുന്നു. നോക്കട്ടെ അളിയ. അളിയ വൈകുന്നേരം ചായ കുടിക്കണല്ലോ. കിട്ടുന്ന പൈസയാ. 900 രൂപ. 400 ഞങ്ങൾക്ക് 500 വലുത്. 400. ഞാൻ പറഞ്ഞു 500 ഞങ്ങൾക്ക്. ഹലോ പകുതി കിട്. മാറി. അത് 300, 400, 500 നിനക്ക്. നിങ്ങൾക്ക് ഹാഫ് ഈ പൈസ 200 നിനക്കിത് രാവിലെ പകലാന്ന് ചോദിച്ചാൽ നിനക്ക് 200 ഇവിടെ. 200 ഇവിടെ. ഹലോ ചൂടെന്ന് പറഞ്ഞവർക്ക് 200. ചൂടെന്ന് പറഞ്ഞവർക്ക് ചൂടെന്നൊക്കെ പറഞ്ഞ 500 കിട്ടും ഇവിടെ. കമ്പനിക്ക് കൊടുക്കണം. ഉത്തരം പറഞ്ഞവന് ആവശ്യമില്ല. നീ എന്ത് ചൂട് പറഞ്ഞിട്ട് ഇത് അത് ഉത്തരം പറഞ്ഞവന്റെ പങ്ക് കിട്ടിയ വല്ലവന്റെ ഉത്തരത്തിൽ കയറി 500 എടുക്കാം. എനിക്കൊരു നാണമില്ല. അതല്ല. ഇലനക്കി പെട്ടിയുടെ കിറുത പക്ഷെ അവര് സെലക്ട് ചെയ്ത ബോക്സ് ആ പെട്ടിയാണോ ഈ പെട്ടി?
അവര് ബോക്സ് സെലക്ട് ചെയ്തുകൊണ്ട് മാത്രം അതുകൊണ്ട് 500 തന്നു, എക്സ്ട്രാ 100. നിനക്ക് 300 എനിക്ക് 300. അല്ലെങ്കിൽ ബോക്സ് സെലക്ട് ചെയ്യാൻ പണ്ടേ അഭിരുദ്ധയല്ലേ. അതൊക്കറിയാം കാശിന്റെ കനം ഏതിനകത്താണ്. കള്ളനോട്ടാന്ന് നോക്കിക്കോടാ. അല്ലല്ലോ അല്ലേ? അല്ല. ഓക്കെ, ഇനി അടുത്ത ആ ടാസ്ക് മറ്റേ ഡയലോഗ് പറഞ്ഞു കൊടുക്കും. എത്രയാടാ? 600 ഒരു ഡയലോഗ് കൂടിയുണ്ട് നമ്മൾ. ഒറ്റക്കളിയിൽ 900. അതാണ്. ബാങ്ക് ഇറ്റ്. ഓക്കെ, 2 ഡയലോഗ് പറയാം. അതിൽ ഏതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ റിലേറ്റബിൾ ഒരു ആയിട്ട്? ഡയലോഗേ ഉള്ളൂ, ബസറ. ഇത് മാത്രമേ ഉള്ളൂ. അല്ല ബസറല്ല. മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയലോഗ് ഒരെണ്ണോടെ ഉള്ളത്. എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റു, അല്ലെങ്കിൽ ഓ ഇതൊക്കെ എന്ത് എന്ന് ഇതൊക്കെ എന്തെന്ന് എനിക്കിപ്പോ സ്വയം തോന്നി. കാരണം ഒരു ആൻസർ പോലും അറിയില്ലെങ്കിലോ എന്തെന്ന്. ഏറ്റവും കൂടുതൽ പൈസ നമ്മളല്ലേ എടുത്തത് അല്ലേ? ഇതൊക്കെ എന്ത്? എന്നെക്കൊണ്ട് ഞാൻ തന്നെ തോറ്റു. നമ്മുടെ ആപ്കേഷോ പ്രൊമോഷൻസ് വാലന്റൈൻസ് ഡേ അന്ന് ഞങ്ങൾ 3 കോളേജിൽ പോയി. അല്ല നമ്മൾ വിചാരിക്കുന്നല്ല. നമ്മൾ ഇവിടുന്ന് പറയുമ്പോ നമ്മൾ സെന്റ് റീസസിലാണ് പോകുന്നത്. പക്ഷെ അതിന്റെ വാതിൽക്കലോട്ട് കയറുമ്പോ ഒരു നെഞ്ചെടുപ്പ്, ഒരു വിറവലും വരും ഞങ്ങൾക്ക് 2 പേർക്ക്. പിന്നെ അവിടെ ചെന്നത് മാറി. അവിടെ ആണല്ലേ? അപർണയെ ഓർത്തിട്ടാണോ? എന്നിട്ട് ഞങ്ങൾ ഓവർകം ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ കാൽപ്പാടുകൾ പതിച്ചു. ചോദ്യം തരുന്നത് എന്തായിരുന്നു? എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റു, അല്ലെങ്കിൽ ഓ ഇതൊക്കെ എന്ത്? ഡാൻസ്, പാട്ട്, നിങ്ങളെ കൊണ്ട് മനുഷ്യന്മാരല്ലേ തോറ്റത്, ഞങ്ങളാണോ? ഓക്കെ, മിസ്റ്റർ ദോഷൻ പറയൂ. എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇവരുടെ കൂടെ പിടിച്ചിരിക്കുമെന്ന് വിചാരിച്ചതല്ല. ഇപ്പൊ എന്തൊക്കെ എന്ത് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടാണ്. അല്ല, ദർശനം ആദ്യം വന്നപ്പോ അധികം മിണ്ടുന്നില്ലായിരുന്നു. പിന്നെ മനസ്സിലായി എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും. അതാണോ സംഭവമല്ലല്ലോ ജീവ. നിസ്സാരം. ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. വീണ. ഞാനതാ പറഞ്ഞേ, ഇതൊക്കെ എന്തെന്ന് എനിക്ക് ഇപ്പോഴാ തോന്നുന്നത്. ധ്യാൻ ചേട്ടൻ ഞാൻ എന്ത് എന്നെക്കൊണ്ട് ഞാൻ തന്നെ അങ്ങ് തോന്നിയ തോറ്റു. സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓ ഇതൊക്കെ എന്ത്? അല്ലെങ്കിൽ ഓ ഇതൊക്കെ എന്ത്. രണ്ടും ഏകദേശം സെയിം എന്തെങ്കിലും കോണ്ടെക്സ്റ്റ്. കണക്ട് ചെയ്യുന്നത്. എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റെന്ന്. ഇതൊക്കെ എന്തെന്ന് എന്താ ശ്ശെ, ഇതൊക്കെ എന്ത്. ധ്യാനെ അറിയായിരുന്നോ ഈ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുമ്പോ ഇത്ര വലിയ ഹിറ്റ് ആവുമെന്ന്? അത് അങ്ങനെ നമ്മൾ ഒരുമിച്ചല്ലേ വളർന്നത്. എന്റെ വളർച്ചയിലൊരു വലിയൊരു ആണിക്കല്ല. ആദ്യം ഞാൻ പറിച്ച് ആണി കേറിട്ട് കാല് വഴി കേറിട്ട് ചെയ്യുന്ന ചളി ഇവരൊക്കെ കൈയടിക്കുന്ന നിങ്ങള് ആണിക്കല്ലേ പറ മനുഷ്യൻ, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇതൊക്കെ സഹായിക്കും. ഇതൊക്കെ എന്തെന്ന് തോന്നിയല്ലേ? അല്ല എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റു. ഇല്ല, ഇതൊക്കെ എന്ത് നമ്മള് ഡേ ടു ഡേ നമുക്ക് ഇതൊക്കെ ഡേ ടു ഡേ ലൈഫിൽ ഇത് തോന്നാറുണ്ട്. ശരി, ഡൺ. ഞാനൊരു വാർണിംഗ് തരികയാണെന്ന് ഭയങ്കര ആയിരിക്കും. കഴിഞ്ഞു. ഇനി ഞാൻ ഇനി ഒരു കാര്യം അതിന് പറയണം. ഈ 500 രൂപയിൽ രമണൻ പാട്ട് രൂപത്തിൽ ചന്ദ്രികയോട് ഒരു കാര്യം പറഞ്ഞു. എന്താണത്? പാടില്ല പാടില്ല. 2 പോയി. സോറി, Yes. ഞങ്ങൾക്ക് അറിയായിരുന്നു ഇവര് പറയുന്നത് മണ്ടന്മാരല്ലേ. ഒരു സാധനം ഉണ്ട് എന്റെ കയ്യില്. ഹിന്ദി പറയാൻ നല്ലതാ. മറ്റേ വിജയ് സേതുപതി മറ്റേ അത്ര നല്ല സൂപ്പർ ഹിന്ദി പറയാം. വിക്രത്തില് അതുപോലെ